ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു മഞ്ഞ് വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ മിഡിൽ സ്പ്രോയിലും മഞ്ഞ് പെയ്തിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരു ഏകദേശം 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ഇങ്ങനെ നന്നായിട്ട് മഞ്ഞ് പെയ്തത്. ഞങ്ങൾ വന്നിട്ടൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കാനഡയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ മഞ്ഞ് പെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഈ മഞ്ഞ് ഒക്കെ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മിഡിൽ സ്പ്രോയിൽ അപ്പോൾ ഈ ജനുവരി ഇൻടേക്കിലേക്ക് വരുന്ന സ്റ്റുഡൻസിനൊക്കെ എന്തായാലും മഞ്ഞ് കാണാൻ പറ്റും. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എയർപോർട്ടൊക്കെ അടച്ചിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാം തുറക്കട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വരുന്ന എല്ലാവർക്കും ഇതുപോലെ മഞ്ഞ് പെയ്യും. കാരണം ഇനി അങ്ങോട്ട് നന്നായിട്ട് മഞ്ഞാണ് കാണിക്കുന്നത്. ഇവിടെ ഫുള്ളും ഈ ഒരാഴ്ച ഫുള്ളും മഞ്ഞാണ് കാണിക്കുന്നത്. ഏതായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ മഞ്ഞിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നേരെ മഞ്ഞിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മഞ്ഞിൻ്റെ മൊത്തത്തിലുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് മിഡിൽ സ്പ്രോ മാത്രമല്ല കേട്ടോ. മിഡിൽ സ്പ്രോ അടുത്തുള്ള മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലെ നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള പീറ്റർലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ട്. അതുതന്നെ സ്റ്റോക്ടണിലൊക്കെ ശരിക്കും മഞ്ഞ് പെയ്തിട്ടുണ്ട്. പിന്നെ യോർക്ക് എന്നുള്ള സ്ഥലമാണ് ഇവിടെ മെയിനായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഇത്രയും ദിവസങ്ങളിൽ. ഇവിടെ നിന്നും അത് ഒരു 10-20 മൈൽ അപ്പുറമുള്ളിടത്തൊക്കെ നന്നായിട്ട് മഞ്ഞ് പെയ്തായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇനി പെയ്തില്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് മഞ്ഞ് കാണണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഭാഗ്യത്തിന് ഇവിടെ മഞ്ഞ് പെയ്തു, അതുകൊണ്ട് ലക്കായി പോയി. അപ്പോൾ ഈ കാണുന്ന മിഡിൽ സ്പ്രോ TZD യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഞങ്ങളുടെ സ്ട്രേറ്റാണിത്. അവിടെയാണ് ഇതുപോലെ മഞ്ഞ് 2 വർഷം മുമ്പാണ് പെയ്തിട്ടുള്ളൂ. ഇത്രയും മഞ്ഞ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വർഷമൊക്കെ ചെറുതായിട്ട് മഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടന്നുള്ളൂ. പക്ഷേ ഈ തവണ നന്നായിട്ട് മഞ്ഞ് പെയ്തു. നമ്മളെ കാനഡയിലൊക്കെ കാണുന്ന പോലെ ഇവിടെയും നന്നായിട്ട് മഞ്ഞ് പെയ്തു. ഞങ്ങൾ ഇത്ര മഞ്ഞ് പെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഏരിയ ഫുള്ളും മഞ്ഞായി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഏരിയ മൊത്തം മഞ്ഞ് മൂടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്താണ് കുറച്ച് മഞ്ഞ് പെയ്തിട്ടുള്ളൂ എന്ന് പറയാം. ബാക്കി എല്ലായിടത്തും നല്ല കട്ടിക്കാണ് മഞ്ഞ് പെയ്തിരിക്കുന്നത്. മേളിലേക്ക് നോക്കുക, എല്ലാ വണ്ടിയും ഒക്കെ മൂടിക്കൊണ്ടിരിക്കുക. ഷോപ്പുകാരൻ ഇനി ഡോറ് തുറന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ മൊത്തം മഞ്ഞായിരിക്കും. ഇത്രയും മഞ്ഞ് കാണുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ കാനഡയെ പോലെ ഇവിടെയും മഞ്ഞ് പെയ്തു. അവിടെ പിള്ളേരൊക്കെ ഓടി കളിക്കുക മഞ്ഞ് കണ്ടിട്ട്. അത്രയും മഞ്ഞ് വരുമായിരിക്കും. ഇതെന്താ ഇതിൽ മാത്രം മഞ്ഞ് വീഴാത്തതെന്ന് എനിക്ക് മനസ്സിലാവാതെ. അല്ലേ, അതിൽ മാത്രം മഞ്ഞ് വീഴാൻ കണ്ടോ, കറക്റ്റ് അവിടെ ഇവിടെയും. കാറൊക്കെ മൂടിക്കൊണ്ടിരിക്കുക ഫുള്ളും. എടാ നല്ല മഞ്ഞല്ലേ, എന്ത് രസാന്ന് നോക്കൂ. അല്ലേ, അപ്പോൾ ഇത്രയും മഞ്ഞ് കാണുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ ഒരു ഏരിയ ഫുള്ളും മഞ്ഞിലായി. ക്രിസ്മസ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മഞ്ഞ് പെയ്തത്. ഇപ്പോഴാണ് ശരിക്കും ക്രിസ്മസിൻ്റെ ഒരു ഫീലിംഗ് വന്നത്. എനിക്ക് തോന്നുന്നത് ന്യൂ ഇയറിനാ. ഇതൊക്കെ ഏരിയ ഫുള്ളും ഒരു ഏകദേശം ഒരു അരമണിക്കൂറും കൊണ്ടാണ് ഇത്രയും മഞ്ഞ് ഇവിടെ പെയ്ത് കയറുന്നത്. ഞങ്ങളൊരു 7:30 ആയപ്പോൾ പെയ്തപ്പോൾ ജസ്റ്റ് റോഡ് ഇങ്ങനെ കാണാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പെയ്യാനങ്ങ് തുടങ്ങിയിട്ട് ഫുൾ അങ്ങോട്ട് കവർ ചെയ്തു. ഒരു അരമണിക്കൂറും കൊണ്ടാണ് ഇത്ര ഇതായത്. മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെ ഫുള്ള് ഏരിയ. അങ്ങോട്ട് നോക്കുക, ആ മരത്തിൻ്റെ ഇലയൊക്കെ നോക്കി, ഇതൊക്കെ ഫുള്ളും.
ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷയില്ല, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കാനഡയിൽ മാത്രം നമ്മൾ ജസ്റ്റ് ഫോട്ടോയിലും കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യണ ഫോട്ടോയും വീഡിയോയിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ കാണാൻ പറ്റിയത് ഭാഗ്യമായി പോയി. ഞാൻ പറഞ്ഞില്ല, 2 വർഷം മുമ്പാണ് ഇതുപോലെ ഇവിടെ മഞ്ഞ് പെയ്ത് കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പഴയ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് കാണിച്ചു തന്നതാണ്, ഇവിടെ കുറേ മഞ്ഞ് പെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം കലക്കി. അങ്ങനെ മിഡിൽസ്ബ്രോയിലെ ഒരു നല്ലൊരു മഞ്ഞുകാലം. അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ അടുത്തുള്ളൊരു കെയർ ഹോമിൻ്റെ മഞ്ഞ് വീണങ്ങനെ കാണിച്ചു തരാം. അവിടെ ഫുൾ ഏരിയ ഇങ്ങനെ മഞ്ഞ് വീണ മരമൊക്കെ, നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെയുള്ള ആ മരം കാണിച്ചു തരാം. എനിക്ക് ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല, തണുത്ത് വിറയ്ക്കുക. എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുക. ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇതൊന്നും കാണാൻ അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ. ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഇത് കാണാൻ വരുന്നത്. ഇവിടെയുള്ളവർക്ക് അതൊന്നും വലിയ കാര്യമല്ല. ഇതെന്താ സ്വിറ്റ്സർലൻഡോ? ഇതാണ് മരം. നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് അലങ്കരിക്കാൻ വേണ്ടി മഞ്ഞ് വല്ല സെറ്റ് ചെയ്യുന്ന ആ മരം ഒറിജിനലായിട്ട് മഞ്ഞ് പെയ്ത് കിടക്കണമെങ്കിൽ. ആ എൻഡി കാണുന്ന ഞങ്ങളുടെ ഒരു പാർക്കാണ്, അവിടുത്തെ പബ്ലിക് പാർക്കാണ്. അത് ഫുള്ളും മഞ്ഞ് വീണ് എല്ലാം പോയി. സ്ട്രീറ്റ് നോക്കി, ഇപ്പം മഞ്ഞ് പെയ്യണേന്ന് കുറഞ്ഞു. പക്ഷേ ഇവിടെ കിടക്കുന്നതൊന്നും അങ്ങനെ പോയിട്ടില്ല. നല്ല ക്ലിയറിനായിട്ട് നല്ല കട്ടിക്ക് അവിടെ മഞ്ഞ് കിടക്കുന്നത്. ഇവിടെ സാധാരണ മഞ്ഞ് പെയ്യുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഇങ്ങനെ മഞ്ഞ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമം പറയാം, കാരണം ഞങ്ങളുടെ ഇവിടെയെങ്കിലും മഞ്ഞ് പെയ്യുന്നില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഒരു 10-20 മൈൽ പോയി കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് മഞ്ഞ് വീണ സ്ഥലം. അപ്പോൾ ഇവിടെ പെയ്യില്ല എന്ന് വിചാരിച്ചു. കാരണം ഇവിടെ അടുത്ത് കുറേ ഫാക്ടറിയൊക്കെ ഉള്ള കാരണം എന്താണെന്നറിയില്ല, ഇവിടെ ആൾക്കാർ പറഞ്ഞു മഞ്ഞ് പെയ്യത്തില്ല, സാധ്യത കുറവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഇവിടെ മഞ്ഞ് പെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ എന്നും വെതർ നോക്കുമായിരുന്നു, മഞ്ഞ് പെയ്യോ നമ്മുടെ ലൊക്കേഷൻ നോക്കി ഏതായാലും കറക്റ്റായിട്ട് മഞ്ഞ് പെയ്തു. ഇന്നിവിടെ ഒരു 11 മണി വരെ ഇതുപോലെ നന്നായിട്ട് മഞ്ഞ് വീഴ്ചയാണ്. ഇനി ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ പോകും. സാധാരണ ഇവർ മഞ്ഞ് പെയ്യുന്ന പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ ഫുള്ള് ഏരിയ റോഡും എല്ലായിടത്തും കൂടെ നിന്ന് ഉപ്പ് ഇങ്ങനെ വിതറിയിടും. സ്നോമാൻ ഉണ്ടാക്കുവാണോ? സ്നോ മല പോലെയായി പോകും. സ്നോ മാനാവാൻ സാധ്യതയില്ല. അങ്ങനെ ഉരുട്ട് എന്നിട്ട് മേളിലൊരു ഉരുട്ടി വെക്കുക, അങ്ങനെയാന്ന് തോന്നുന്നു. ഇതാണ് സ്നോമാൻ. അപ്പൊ മിഡിൽസ്ബ്രോ ഇപ്പൊ ഏകദേശം ഫുള്ളും മഞ്ഞിലാണ്. മരങ്ങളൊക്കെ നല്ല വെളുത്തായിരിക്കണം ഫുള്ളും. ഞാൻ നിങ്ങൾക്ക് മരമൊക്കെ മഞ്ഞ് പെയ്തിട്ട് ആ ഫുള്ളായിട്ട് കിടക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇവിടെ വണ്ടിയും കൊണ്ട് നമ്മൾ പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം നടന്നാലും തെന്നി വീഴും. അപ്പോൾ ഞാൻ ആ വണ്ടി പോയ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നടക്കുന്നത്. ആ ടയറിൻ്റെ പാടിക്കടെ നല്ലതായിട്ട് തെന്നുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കിളിലൊക്കെ പോകുന്നവരൊക്കെ തെന്നി തലയും കുത്തി കിടക്കും പയ്യെ പോയില്ല. ഇതൊക്കെ ഈ മരം ഒരാൾ തണുത്ത് കുറച്ച് നടന്നു വരുന്നുണ്ട്.
എങ്ങനെയുണ്ട്? ഇവിടെ ആരാ പ്രതീക്ഷിച്ചത്? പെയ്യില്ല, മഞ്ഞ് ഇവിടെ ഉണ്ടാവില്ല, സ്നോഫാൾ ഉണ്ടാവില്ല. അത് ആ കാറിൻ്റെ ഒക്കെ ഫുള്ള് ഗ്ലാസ്സും ആ ഏരിയ പകുതിയോളം മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം കൂടെ കാണിച്ചു തരാം. ഞങ്ങളുടെ അടുത്തുള്ള പാർക്കിൻ്റെ അവസ്ഥ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഈ പാർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പച്ചപ്പായിട്ട് നല്ല അടിപൊളി പാർക്കാണ്. ഇന്നിപ്പോൾ അതെങ്ങനെ കിടക്കണേന്ന് നിങ്ങളെയും കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ സ്ട്രീറ്റിൻ്റെ ഒരു സൈഡാണിത്. ക്രിസ്മസിൻ്റെ ഒരു ഫീലിംഗ് വന്നു ഇപ്പോഴാണ്. അടിപൊളി. പക്ഷെ ന്യൂ ഇയർ ആയിപ്പോയി എന്നുള്ളൂ. നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ട് റോഡ് നല്ല കട്ടിക്കായിട്ടാണ് കിടക്കുന്നത് മഞ്ഞ്. ചുമ്മാ സൈഡിൽ ഐസ് പോലെ കിടന്നുകൊണ്ടിരുന്ന ഇന്നിപ്പോൾ ശരിക്കും മഞ്ഞായി. എല്ലാ UK മിക്ക സ്ഥലങ്ങളിലും ഇന്ന് നന്നായിട്ട് മഞ്ഞ് പെയ്തുണ്ട്. ഇത് നോക്കൂ, ഈ കാണുന്നതാണ് പാർക്ക്. ഇവിടെയുള്ള ആൾക്കാരൊന്നും അധികം പുറത്തൊന്നും ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. കാരണം ഇവർക്കത് വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. കാരണം ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർ ഇതിന് മുമ്പ് ഇതുപോലെ മഞ്ഞ് പെയ്ത് കണ്ടു. ഇതിൽ നന്നായിട്ട് മഞ്ഞ് പെയ്ത് കണ്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ മഞ്ഞ് കാണുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതിൽ കുറേ നേരമൊക്കെ നടക്കുക. ഇവിടെ ആരും അങ്ങനെ നടക്കുന്നില്ല, ഞാൻ മാത്രമാണ് ഇവിടെ എൻജോയ് ചെയ്ത് നടക്കുന്നുള്ളൂ. അപ്പം ഞാൻ പാർക്കിൻ്റെ ഉൾവശം നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നല്ല ഹൈറ്റുള്ള പുല്ലാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് മൊത്തം മൂടിയിട്ടില്ല. ആ പുല്ലേ ചവിട്ടുന്ന സൗണ്ട് കേട്ടോ. പിള്ളേരുടെ പാർക്കൊക്കെ ഫുൾ ഐസിൽ മുങ്ങി കിടക്കുക. ആദ്യം ഈ സ്നോ കണ്ടപ്പോൾ ഞാൻ മറന്നുപോയി. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഞാൻ ഇതിങ്ങനെ ഓടി കളിക്കുമായിരുന്നു ഇതിൽ. അത് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം, എല്ലാവർക്കും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു ബ്ലോഗ് പോലെ ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഞങ്ങള് സ്നോഫോള് കഴിഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിൽ പോയാ വീണ്ടും നോക്കിയപ്പോ പിന്നെ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ആദ്യം നമുക്കിങ്ങനെ വീഡിയോയിൽ ഞാൻ എടുക്കുമ്പോൾ എനിക്കിങ്ങനെ
സ്നോഫാൾ ഇങ്ങനെ വീണായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണും കൊണ്ട് കാണാൻ പറ്റും, ക്യാമറ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ക്ലിയറാ. ഇപ്പം എൻ്റെ മേത്തേക്ക് ചാറാൻ നിങ്ങൾ നോക്കി. ആദ്യം എടുത്ത വീഡിയോയിൽ അത് അത്ര ഒന്നുമില്ല. കിടുക്കാച്ചി ആയിപ്പോയി. ന്യൂ ഇയർ ഏതായാലും കലക്കി. ഏതായാലും 2020 ദുരന്തത്തിന്റെ ദുരന്തമായിരുന്നെങ്കിൽ 2021 ഇത് കലക്കി. ഏതായാലും ഒരു സ്നോഫാള് കാണാൻ പറ്റി ഞങ്ങൾക്ക്. That's okay, no problem. No jump. She's a puppy, that one there, so she might jump up. Behave you two. എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇലകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന കാണാൻ. സ്വിറ്റ്സർലൻഡിലും കാനഡയിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന ഫോട്ടോയിലും വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ട് കാണാൻ പറ്റി. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക. മഞ്ഞ് അതിൽ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്. കുലുക്കുമേ ചാടുന്ന തന്നെ കട്ടിയായിട്ട് ചാടുന്നത് നല്ല കട്ട പോലെയല്ലേ ചാടുന്നത്. ഇത്രയും പ്രതീക്ഷ പോലും ഇല്ല കേട്ടോ. വലിയൊരു ലക്കായിട്ട് കണക്കാക്കണം ഞങ്ങൾ. നല്ല രസം ഇങ്ങനെ കളിക്കാൻ. മഞ്ഞ് ചാടുന്നതാണ് എന്ത് ഭംഗി. ഇവിടെ നിന്ന് ഞങ്ങളിനി പോകുന്നത് ടീസൈഡ് യൂണിവേഴ്സിറ്റിയുടെ ആ ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് പിന്നെ ആൽബർട്ട് പാർക്കിലും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇനി ടീസൈഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് മഞ്ഞ് വീണ് കിടക്കുന്നത് ഞാൻ കാണിച്ചുതരാം. പിന്നെ ആൽബർട്ട് പാർക്കും നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഇവിടെ ആദ്യത്തേക്കാൾ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. ശരിക്കും മഞ്ഞ് പെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാനിപ്പോൾ എൻ്റെ വൈഫും ഫ്രണ്ടും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അവർ വന്നിട്ട് ഞങ്ങൾ ഇനി ടീ സൈഡിൻ്റെ ഭാഗത്തേക്ക് പോകും. ബൈ. ശരിക്കും അറിയ തലയിലേക്ക് അറിയാട്ടിരുന്നാ മതി. ഇത് ടീസൈഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഭാഗമാണ്.
ഇപ്പോൾ യൂണിവേഴ്സിറ്റി അടുത്തെത്താറായി. ആ സ്ട്രേറ്റ് കാണുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ ഹോസ്റ്റലൊക്കെ ഉണ്ടോ, എല്ലാ ഏരിയയിലും മഞ്ഞ് അങ്ങോട്ട് വീണേക്കുക. ഇത്രയും പ്രതീക്ഷയില്ല. യൂണിവേഴ്സിറ്റിയുടെ അവിടെയൊക്കെ നിറച്ച ആൾക്കാരാണ്. ഇവിടെ ഒരു ചായ, ഒരു വട, ഒരു സവാള വട, ഒരു സുഗിയൻ, പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ TCAD യൂണിവേഴ്സിറ്റി നമ്മളെത്തി. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം പോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ മഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മഴയും കൂടെയും പെയ്തു. അപ്പോൾ ആ ഫുള്ളായിട്ട് അത് ഒലിച്ച് പോയി. അത് കാര്യം കണ്ടോ, ഈ ഏരിയയിലൊക്കെ കണ്ടോ. TCAD യൂണിവേഴ്സിറ്റിയുടെ ഏരിയ മഞ്ഞ് വീണ് കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി മഞ്ഞിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ TCAD യൂണിവേഴ്സിറ്റിയിലും ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ പെയ്ത് സെറ്റായിട്ടിരിക്കുക. ഞങ്ങളിനി ഇവിടെ നിന്ന് ആൽബർട്ട് പാർക്കിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ജസ്റ്റ് പോയിട്ട് അവിടുത്തെ മഞ്ഞ് കിടക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെയും കാണിച്ചു തരാം. ആ ഏരിയയിലും കൂടെ മഞ്ഞ്, അവിടെ നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ക്രിസ്മസ് ട്രീ ഇപ്പോഴാണ് ക്രിസ്മസ് ട്രീ ആയത്. മഞ്ഞൊക്കെ പെയ്ത് അടിപൊളിയായി. മഞ്ഞിക്കടെ വണ്ടി പോയി നോക്കി, ചെളി കിടക്കുന്ന പോലെ കിടക്കുക. മഞ്ഞൊക്കെ വണ്ടിയുടെ ടയർ കയറി ഇറങ്ങി. ഇതാണ് ആൽബർട്ട് പാർക്ക്. മഞ്ഞ് വീണെന്ന് വഴിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അതിൻ്റെ ആകെ ഒരു ഗേറ്റാണ് തുറന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ദൂരം നടക്കാനുണ്ട്. ഇച്ചിരി ദൂരം നടന്നിട്ട് വേണം, കറങ്ങി വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. ബാക്കിയുള്ള ഗേറ്റിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുക പാർക്കിൽ. ആൽബർട്ട് പാർക്കിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കയറി. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊരു കുളമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പൂളൊക്കെ ഉണ്ട്, അതൊക്കെ ഫുൾ ഐസിൽ മൂടിക്കിടക്കുക. ഇത് ഞാനിപ്പോൾ മെയിൻ എൻട്രൻസ് ഭാഗമായത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഏരിയയിലേക്കാണ് നിങ്ങളെ കാണിച്ചു തരാം. കുളമൊക്കെ ഐസിൽ മൊത്തം മുങ്ങി കിടക്കുക. എല്ലാവരും എൻജോയ് ചെയ്യാൻ മഞ്ഞിൽ കിടക്കും. ചെറുതായിട്ട് മഴ പെയ്യണ്ടല്ലേ. പിന്നെ ഈ ഉരുകി ചാടുക ചെയ്യുക മൊത്തം. പിള്ളേരും എല്ലാ ആൾക്കാരും ഓടി കളിക്കുക. എന്ത് ഭംഗിയല്ലേ. ഇവിടെ ആൾക്കാർ ഓടി കളിക്കുകയല്ലേ, ഫുള്ളും അടിച്ച് തകർക്കുക എല്ലാവരും. അവിടെ ഒരു സ്നോമാൻ ഉണ്ടാക്കുന്നുണ്ട്.
പാവങ്ങളില്ലേ, നിങ്ങളൊക്കെ തണുത്ത് വിറയ്ക്കുവാണോ? എനിക്കൊന്നും നിങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അടിച്ചു പൊളിച്ച് നടക്കുക അവർ. ആ ഭാഗത്ത് കണ്ടോ, ആ വെള്ളം മൊത്തം ഐസായി. ഇങ്ങോട്ടേക്ക് ഐസായി വന്നു. അപ്പുറേക്ക് ഐസാ. സ്നോ വീഴുന്നതിൻ്റെ സന്തോഷത്തിൽ തണുപ്പൊന്നും നോക്കിയില്ല. ഇപ്പം കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. എൻ്റെ കൈ ഇങ്ങനെ ചുമന്നിരിക്കുക, മരയിച്ചിരിക്കുക. ഫോൺ മര്യാദയ്ക്ക് പിടിക്കാൻ പോലും പറ്റില്ല. എല്ലാവരും എൻജോയ് ചെയ്യട്ടോ. പിള്ളേർ അതിൽ കയറിയിരുന്ന് ഊർന്നിറങ്ങൽ, കുറേ ഓടിക്കളിക്കൽ, ഉരുണ്ട് മറിയണു, സ്നോമാനെ ഉണ്ടാക്കണു, എല്ലാവരും അടിച്ച് പൊളിക്കുക. അന്നത്തെ ദിവസം ഏതായാലും ന്യൂ ഇയർ ആയാലും അടിപൊളിയായി. റോഡിൽ മൊത്തം വണ്ടി പോയി, ഐസൊക്കെ അരഞ്ഞു പോയി മൊത്തം. ആ കാണുന്ന വൈറ്റ് കാണുന്നതാണ് കുളമാണത്. അത് ഫുള്ളും ഐസായി. സ്നോ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നടന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ നടന്നു ഞങ്ങൾ. പക്ഷെ ഇപ്പം കൈ മരയിച്ചിട്ട് ഒരു രക്ഷയില്ല, തണുത്ത് വിറയ്ക്കുക. ഫോൺ ഒന്ന് പിടിച്ച് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. നല്ല സെറ്റപ്പ് കേട്ടോ. എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ ഒരു സന്തോഷമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റി. കാരണം കഴിഞ്ഞ വർഷം ഐസ് ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല. ടി വിയിലാണ് ഐസ് കണ്ടത്. വേറെ ഏതോ സ്ഥലത്ത് UK മഞ്ഞൊക്കെ പെയ്തെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കിങ്ങനെ കാണാൻ പറ്റി. ഏതായാലും കഴിഞ്ഞ വർഷമൊക്കെ വൻ ദുരന്തമായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു തുടക്കം നന്നായി. അവിടെ എല്ലാ ഏരിയയിലും മഞ്ഞ. അപ്പോൾ ഞങ്ങൾ ആൽബർട്ട് പാർക്കിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ പിള്ളേർ വലിയൊരു സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. പോലീസും ഉണ്ട്. ശരിക്കും മിഡിൽ ഈസ്റ്റ് പ്രോ ടയർ 4ഒക്കെയാണ്. പക്ഷെ എല്ലാവരും പുറത്തിറങ്ങി സ്നോ കണ്ട് എൻജോയ് ചെയ്യുക. കൊറോണയൊക്കെ പുറത്ത് പോട്ടെ, കൊറോണയൊന്നും മൈൻഡ് ചെയ്യല്ല. നമ്മൾ പരമാവധി ആൾക്കാരോട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിള്ളേരും മുതിർന്നവരൊക്കെ അടിച്ച് പൊളിക്കുക കിടന്നു സ്നോയിൽ. അപ്പോൾ ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. ഇനി അതിന് നേരം നടന്നു കഴിഞ്ഞാൽ തണുത്ത് വിറച്ച് വയ്യാണ്ടായി. ഏതായാലും മാക്സിമം എൻജോയ് ചെയ്തു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. സ്നോ കാണണമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അതായത് വീണ്ടും ഉള്ളിലേക്ക് കയറാൻ പോവാം. കാരണം ഇവിടെ തണുത്ത് വിറച്ചു തുടങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.